ഹായ് ഹാപ്പി ലൈഫ് വിത്ത് അമ്മുവിലേക്ക് ഒരിക്കൽ കൂടി എല്ലാവർക്കും സ്വാഗതം കേട്ടോ. അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് വെറും ഒരു പഴം കൊണ്ട് ഉണ്ടാക്കാൻ പറ്റുന്ന നല്ല അടിപൊളി ഒരു 4 മണി പലഹാരം കൊണ്ടാണ് കേട്ടോ. അപ്പോൾ അതെങ്ങനെയാണ് ഉണ്ടാക്കുക, അതിന് എന്തൊക്കെ സാധനങ്ങളാണ് വേണ്ടതെന്ന് അറിയുന്നതിന് മുന്നേ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണണം കേട്ടോ. ഒരു പഴം ഒരു 6 7 സ്ലൈസ് ആക്കിയിട്ട് നീളത്തിൽ കട്ട് ചെയ്തിട്ട് വെക്കുക കേട്ടോ. ഒരു പാൻ അടുപ്പത്ത് വെച്ചതിന് ശേഷം കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട്, വെളിച്ചെണ്ണ അല്ല കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവും നെയ്യാണ്. എൻ്റെ കയ്യിൽ നെയ്യില്ലാത്തതുകൊണ്ട് ഞാൻ വെളിച്ചെണ്ണ ഒഴിക്കുന്നത് കേട്ടോ. വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ടേസ്റ്റിന് കുറവൊന്നും ഉണ്ടാവില്ല കേട്ടോ. വെളിച്ചെണ്ണ ഒഴിച്ച് നന്നായി ചൂടായതിൻ്റെ ശേഷം ചട്ടിയിലേക്ക് ഇത് കനം കുറഞ്ഞ് സ്ലൈസ് ചെയ്ത് വെച്ചിട്ടുള്ള ഈ പഴം ഓരോന്നോരോന്നായി നിരത്തി വെച്ച് നമുക്കൊന്ന് മൊരിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ അതവിടെ മൊരിയുമ്പോഴത്തേനും ബാക്കി എന്തൊക്കെ സാധനങ്ങളാണ് വേണ്ടതെന്ന് ഞാൻ ഒന്ന് ഓടിച്ച് പറയാം കേട്ടോ. ഒരു പിടി തേങ്ങ വേണം, കുറച്ച് ഏലക്കാപ്പൊടി വേണം, കുറച്ച് പഞ്ചസാര വേണം, കുറച്ച് പാല് വേണം, ഒരു 2 3 ടീസ്പൂണ്, ഒരു കോഴിമുട്ട വേണം, ഒരു പിടി തന്നെ മൈദയും വേണം കേട്ടോ. അപ്പോൾ പഴം വാട്ടിയെടുത്ത് ചട്ടിയിൽ തന്നെ എടുത്തു വെച്ചിട്ടുള്ള ആ ഒരു പിടി തേങ്ങ നന്നായി ഒന്ന് ചൂടാക്കി എടുക്കുന്നുണ്ട് കേട്ടോ. വറക്കൊന്നും വേണ്ട, ആ പച്ചമണം ഒന്ന് മാറി ഒന്ന് നന്നായി ചൂടായാൽ മാത്രം മതി കേട്ടോ. അതിനുശേഷം അതൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ട് 1 ടീസ്പൂൺ പഞ്ചസാരയും 1/4 ടീസ്പൂൺ ഏലക്കാപ്പൊടി ഇട്ടിട്ട് നന്നായി ഇളക്കി യോജിപ്പിച്ച് അതങ്ങോട്ട് മാറ്റി വെക്കാം കേട്ടോ. അതിനുശേഷം നമുക്കിതിൻ്റെ നെക്സ്റ്റ് സ്റ്റെപ്പിലേക്ക് കടക്കാട്ടോ. ഒരു ബൗൾ എടുത്തതിൻ്റെ ശേഷം ഒരു പിടി മൈദ, ഏകദേശം ഒരു 2.5 സ്പൂൺ ഉണ്ടാവും കേട്ടോ. മൈദയിലേക്ക് 1 ടീസ്പൂൺ പഞ്ചസാര ഇട്ട്, ഒരു 1/4 ടീസ്പൂൺ ഏലക്കാപ്പൊടി, 1 നുള്ളു മഞ്ഞൾപ്പൊടിയും, 1 നുള്ളു ഉപ്പും, ഒരു കോഴിമുട്ട അടച്ചടിച്ചത്, 2 ടീസ്പൂൺ പാലും കൂടിയിട്ട് നന്നായി ഇളക്കി യോജിപ്പിച്ച് കുറച്ച് വെള്ളമൊഴിച്ച് ലൂസിലൊന്ന് കലക്കി വെക്കാം കേട്ടോ. അങ്ങനെ അത് നമ്മൾ എല്ലാം സെറ്റാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി ഇത് എങ്ങനെ ഉണ്ടാക്കണതെന്ന് കണ്ടാലോ. ഇതേ പാൻ അടുപ്പത്ത് വെച്ച് ചൂടായപ്പോൾ വെളിച്ചെണ്ണ ഒഴിച്ചു കേട്ടോ. ഞാൻ വീണ്ടും പറയുന്നുണ്ട്, നെയ്യാണെങ്കിലാണ് ഒന്നും കൂടിയും ടേസ്റ്റ് ഉണ്ടാവുക. എൻ്റെ കയ്യിൽ ഇല്ലാത്തത് കൊണ്ട് മാത്രമാണ് ഞാൻ വെളിച്ചെണ്ണ ഒഴിക്കണത് കേട്ടോ. അപ്പോൾ ഹൈ ഫ്ലെയിമിലിട്ട് ചൂടായ ചട്ടിയിലേക്ക് നമ്മൾ കലക്കി വെച്ചിട്ടുള്ള കൂട്ടൊഴിച്ച് നിരത്തി മൂടി വെച്ചിട്ട് ചെറിയ തീയിലിട്ടിട്ട് 1 മിനിറ്റ് വേവിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. അടിഭാഗം ഒന്ന് നന്നായി മൊരിഞ്ഞ് വരട്ടെ. പ്രത്യേകം ശ്രദ്ധിക്കണം, തീ സിമ്മിൽ തന്നെ ഇടണേ. അങ്ങനെ 1 മിനിറ്റിന് ശേഷം തുറന്നിട്ട് ഇതേ നമ്മൾ ആദ്യം വാട്ടി വെച്ച പഴം നടുവിൽ നിരത്തിയതിൻ്റെ ശേഷം അതിൻ്റെ മുകളിൽ നമ്മൾ തേങ്ങയും പഞ്ചസാരയും ഏലക്കായും കൂടിയിട്ടുള്ള മിക്സ് ഉണ്ടല്ലോ, നന്നായി വെതറി കൊടുക്കട്ടോ. അതിനുശേഷം വളരെ പതുക്കെ പൊട്ടാതെ പൊടിയാതെ ഇതിനൊന്ന് മടക്കിയെടുക്കാം കേട്ടോ. നന്നായി ഒന്ന് ശ്രദ്ധിക്കണം, കാരണം പിടിന്ന് ധൃതി പിടിച്ചിട്ടൊക്കെ ചെയ്യുമ്പോൾ ചിലപ്പോൾ പൊട്ടിപ്പോവാൻ സാധ്യതയുണ്ട്. നന്നായി ശ്രദ്ധിച്ചിട്ട് ഒന്ന് മടക്കിയെടുക്കാം കേട്ടോ. ഇതാണ് കേട്ടോ ഫൈനൽ ലുക്ക്. കാണാൻ നല്ല ഭംഗിയുള്ള പോലെ തന്നെ കഴിക്കാനും നല്ല ടേസ്റ്റാണ് കേട്ടോ. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോളൂ, നിരാശപ്പെടേണ്ടി വരില്ല കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്രയൊക്കെ ഉള്ളൂ. ഇഷ്ടമായ ഒന്ന് ലൈക്കും കമൻറ്റും ഷെയറും ഒക്കെ ചെയ്തിട്ട് ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പം മറ്റൊരു വിഭവമായിട്ട് വീണ്ടും കാണാം. അതുവരേക്കും എല്ലാവർക്കും സന്തോഷത്തോടെ സ്നേഹത്തോടെ ബൈ.